അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞത് നമ്മുടെ ചന്ദ്രയ്ക്ക് വല്ലാതെ കൊണ്ടിട്ടുണ്ട്. അമ്മ എന്നെ ഒരു എണ്ണത്തിൽ പോലും കൂട്ടിയിട്ടില്ല ഒരു മകനായിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം ഇങ്ങനെയൊക്കെയല്ലേ കാട്ടാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ ശ്രുതിക്ക് നമ്മുടെ ചന്ദ്രയുടെ പിറന്നാളാന്ന് മനസ്സിലാവുന്നുണ്ട്. അവൾ എന്തായാലും ഒരു നെക്ലസൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ മീരയെ ഏൽപ്പിക്കുന്നുണ്ട്, കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നുണ്ട്. അവൾ മീരോട് പറയുന്നുണ്ട് ആൻറ്റിക്ക് സ്വർണ്ണവും പണമൊക്കെ കണ്ട ആൻറ്റിയുടെ കണ്ണ് മഞ്ഞളിക്കും, എന്തായാലും ആൻറ്റി ഇതൊക്കെ കണ്ട എന്നെ തിരിച്ച് വിളിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ ചന്ദ്ര നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട് ബർത്ത്ഡേ ഫംഗ്ഷന്. കേക്കൊക്കെ റെഡിയാണ്. നമ്മുടെ സച്ചിയും രേവതിയും കൂടി എല്ലാതും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചന്ദ്ര വന്ന് കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. കേക്കൊക്കെ മുറിച്ചിട്ട് നമ്മുടെ രവിക്ക് വായിൽ കൊടുക്കുന്നുണ്ട്, നമ്മുടെ സച്ചിക്കും വായിൽ കൊടുക്കുന്നുണ്ട്, രേവതിക്കും വായിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്, എല്ലാവരും കൈയൊക്കെ തട്ടുന്നുണ്ട്. ആ സമയത്താണെങ്കിലോ നമ്മുടെ മീര കയറി വരുന്നുണ്ട്, നമ്മുടെ നെക്ലസ് ആയിട്ട് കയറി വരുന്നുണ്ട്, നമ്മുടെ ചന്ദ്രയ്ക്കുള്ള ഗിഫ്റ്റായിട്ട്. എന്തായാലും നമ്മുടെ മീരയെ കാണുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ ഇപ്പം ഇങ്ങോട്ട് വന്നേ, നിന്നെ ആരാടി ഇതിന് ക്ഷണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും മീര കൊണ്ടുവന്ന് നമ്മുടെ നെക്ലസ് നമ്മുടെ ചന്ദ്രയെ ഏൽപ്പിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചന്ദ്ര ഇനി ആ നെക്ലസ് കണ്ട നമ്മുടെ ശ്രുതിയെ സ്വീകരിക്കുമോ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം. ഇതുപോലുള്ള എപ്പിസോഡ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.